ഒരു പാട്ടുണ്ടാക്കുമ്പോൾ തന്നെ അതിന് പാട്ടിൻ്റെ മൂഡനുസരിച്ചാണ് ഞാൻ ഓർക്കസ്ട്രേഷൻ ഉണ്ടാക്കാറ്. അത് എത്ര കൊച്ചു കുട്ടികൾക്കും പാടാൻ വേണ്ടിയാണ് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയ. എപ്പോഴും നമ്മൾ താരാട്ടുണ്ടാക്കുമ്പോഴേ വളരെ സിമ്പിളായിരിക്കണം. ഉണ്ണീ വാവോ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഇത് പോയി പോകും. ഉണ്ണീ വാവേ ഒരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ പാട്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മൾ അതേ സ്ഥലത്ത് നമുക്ക് ആ രാഗത്തിൽ ചെയ്യണം, ഈ രാഗത്തിൽ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് നടക്കില്ല. ഞാൻ ബ്ലാങ്ക് ആയിരിക്കും. ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യുന്നു, എന്തോ സാധനം വരുന്നു, അതന്നെ പാട്ട്. നീർമിഴിപ്പീലിയിൽ നീർമണിത്തുളുമ്പി നീ എന്നരികിൽ വന്നു, കണ്ണു തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യന് പോ വെറുമന്യന് പോ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മോഹൻ സിതാര സാറാണ്. സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. ഉണ്ണിവാവ അങ്ങ് ഹിറ്റ് അടിച്ചല്ലോ, സാർ അറിഞ്ഞോ? ഞാൻ ഈ അടുത്തിടെ അറിഞ്ഞത്. ആ പാട്ട് ഇത്രയും നാളുകൾക്ക് ശേഷം ഒരു ബോളിവുഡ് താരം എന്റെ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് പാടി എന്ന് പറഞ്ഞപ്പോ സാർ ഇതെങ്ങനെ സാർ അറിഞ്ഞേ? എനിക്ക് അതിൽ വലിയ സന്തോഷമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. കാരണം ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾ മലയാളികൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ അതെ അതെ. എന്ന് വെച്ചാല് നമ്മളിപ്പോ എല്ലാ പാട്ടുകളും ഹിറ്റ് ആവുന്നു. അതിപ്പോ നമ്മുടെ ഇന്ത്യയില് ഈ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഹിറ്റായി എന്ന് അറിയില്ല. ഇനി അദ്ദേഹം മാത്രമാണോ പാടിയത് അതെങ്ങനെ എനിക്കറിയില്ല. കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് പാടിയ ഒരു പാട്ട്, അവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അപ്പൊ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നു. അപ്പൊ മലയാളികളാണ് പിന്നെ അത് മൊത്തം ഏറ്റെടുത്തത്. ഞങ്ങളുടെ പാട്ട് ഇപ്പൊ ഞാൻ സാറിനെ ഞങ്ങളുടെ പാട്ട്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മലയാളികളായ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതെന്നോ റെക്കോർഡിങ് കഴിഞ്ഞു, അതന്നൊക്കെ ഹിറ്റായിരുന്നു. പിന്നെ അതെല്ലാം മറന്നുപോയി. വീണ്ടും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അത് മോളെ പാടി ഓർക്കുക. ആ മേഡത്തിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നല്ലേ സാറിന് വീണ്ടും ഒരു മുഖ്യധാരയിലേക്ക് പെട്ടെന്ന് കാണാം. അറിയാം, മലയാളികൾക്ക് അറിയാം സാറിന്റെ ഈ ഒരു ഇതല്ല മറ്റേ രാരീരം പാടി, അതും നല്ല രസമുള്ള ഒരു പാട്ടാണ്. ഉണ്ണി വാവോ ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്നതാ. വാവോ 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 എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് ഉണ്ണി വാവ. അത് പാടി കേൾക്കാത്ത ഒരാളും ഉണ്ടാവില്ല ഇവിടെ. അതായത് എല്ലാ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും അച്ഛന്മാരും അമ്മമാരും കൊച്ചുമക്കള് പോലും അത് പാടാത്തവരുണ്ടാവില്ല. അതെ, സാർ പറഞ്ഞ പോലെ തന്നെ ആരും പാടാത്തവരുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാനാണെങ്കിലും കൊച്ചിനെ ഉറക്കാൻ എവിടെയെങ്കിലും ഞാനും നല്ല ആരാണെങ്കിലും എടുത്താൽ പെട്ടെന്ന് പാടാൻ പറ്റുന്ന ഒരു പാട്ട് തോളത്തിട്ടിട്ട് ഉണ്ണി വാവോ നമ്മുടെ ഇഷ്ടത്തിലാണ് പിന്നെ പാടുന്നത്. നമ്മുടെ കൊച്ചിന്റെ ഫാസ്റ്റ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫാസ്റ്റ് ആണ് ഫാസ്റ്റ്, സ്ലോ ആണ് സ്ലോ. അതൊരു അമ്മയുടെ അച്ഛൻ്റെ ഈ പാട്ടായി മാറും അത്. അതാണ് അതിന്റെ പാട്ടിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വളരെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക്. സാർ അതിന്റെ റെക്കോർഡിങ്ങിൽ സാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ പാട്ട് കേട്ട് ഉറങ്ങുന്ന കുഞ്ഞ് എണീറ്റ് വരരുത്, ഞെട്ടി എണീക്കരുതെന്നുള്ളതുകൊണ്ടാണ് അതിനകത്തെ മ്യൂസിക് എല്ലാം അത്രയും. അതായത് ബാക്ക്ഗ്രൗണ്ട് വായിച്ച ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും വളരെ കുറച്ച് പിച്ചിലാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. എന്ന് വെച്ചാൽ ഞാൻ ഒരു പാട്ടുണ്ടാക്കുമ്പോൾ തന്നെ അതിന് പാട്ടിൻ്റെ മൂഡനുസരിച്ചാണ് ഞാൻ ഓർക്കസ്ട്രേഷൻ ഉണ്ടാക്കാറ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ വളരെ എന്താ പറയുക, ടൺ 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 അത് എത്ര കൊച്ചു കുട്ടികൾക്കും പാടാൻ വേണ്ടിയാണ് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഉണ്ണി വാവോ വാവേ വാവാ, ആ ഉണ്ണി വാവാവോ എന്നുള്ള ആ വാക്കുകളാണ് അതിന് ഏറ്റവും ഭംഗി കൊടുത്തത്. അതുപോലെ ഉണ്ണി എന്നുള്ള വാക്കും നമ്മളൊരു പാട്ടിൻ്റെ ഒരു 4 വരി ട്യൂണും അതുപോലെ തന്നെ ലിറിക്സും
നന്നായി വന്നാൽ ബാക്കിയുള്ളത് അനുപലും ചരണം ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. അപ്പോൾ നമ്മളൊരു ആളുകൾ നടന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കണ്ണെത്തുക എവിടേക്കാണ്? ഒരാളുടെ ഫേസിലേക്കാണ്. അത് നല്ല ഫേസിലേക്കാണ് നമ്മൾ കണ്ണെത്തുക എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കണ്ണെത്താൻ വേണ്ടിയാണ് 4 വരി നല്ല രീതിയിൽ. ആദ്യമേ തന്നെ അതെ അതെ അതെ, വളരെ സിമ്പിളാണ് വെച്ചാൽ ഒരുപാട് കോൺസെപ്റ്റും. എപ്പോഴും നമ്മൾ താരാട്ടുണ്ടാക്കുമ്പോഴേ വളരെ സിമ്പിളായിരിക്കണം. ഇപ്പോൾ എല്ലാവർക്കും വയസ്സായ ആൾക്കാർക്ക് പോലും പാടാൻ പറ്റുന്ന, കൊച്ചുമക്കൾക്ക് പാടാൻ അറിയാത്തൊരു അമ്മമാരും അച്ഛനമാരും കൂടെ പാടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം താരാട്ടിൻ്റെ ഒരുപാട് ഉണ്ണീ വാവൂ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് പോയി പോകും. ഉണ്ണീ വാവേ അതിൽ തന്നെ അങ്ങ് ഉറങ്ങിക്കോണം. അതെ 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 അതെ. ഇതില് കമ്പോസ് ചെയ്തപ്പോ തന്നെ സാറ് തന്നെ ചെയ്ത ഹിസൈനസ് അബ്ദുള്ളയുടെ ആ ഉണ്ണി എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലേ, അതായത് കവിയൂർ പൊന്നമ്മേനെ കാണിക്കുമ്പോൾ അത് സ്വരകന്യകമാർ വീണമീട്ടുകയ എന്ന് പറഞ്ഞ പാട്ടാണ്. അത് ഞാൻ കമ്പോസ് ചെയ്യുന്ന സിറ്റുവേഷൻ സിബി പറഞ്ഞു. അപ്പം എന്നോട് സിബി പറഞ്ഞു, മോഹൻ നമ്മൾ ഹിസൈനസ് അബ്ദുള്ള പൊന്നമ്മ ചേച്ചിയുടെ തീമും ഓർമ്മയുണ്ട് ചോദിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ റീ റെക്കോർഡിങ് എന്ത് കഴിഞ്ഞാൽ അത് മറന്നു, നമ്മുടെ തലയിൽ നിന്ന് മറന്നു പോകും. അപ്പോൾ സിബി ഒരു വരി ഇങ്ങനെ മൂളി തന്നു ചെറുതായിട്ട്. അപ്പം പിന്നെ അത് പിടിച്ചു, എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ പാട്ടുണ്ടാക്കിയത്. അത് അപ്പം കൈതമർദ്ദൻ സാറിന് ഇത് എഴുതി അല്ലെങ്കിൽ ഇത് കേൾപ്പിക്കുമ്പോ സാർ ആ വാവാവോയിലാ പിടിച്ചെന്ന് പറയുന്നു. അതെ അതെ അതെ, കാരണം നമ്മൾ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇപ്പം നീനവേ 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 എന്ന് പറഞ്ഞൊരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൂടും. അപ്പോൾ നിന്നവ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മാച്ചായിരിക്കും. അപ്പം എന്താണോ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ട്യൂൺ വരുമ്പോൾ തന്നെ നമ്മൾ അറിയാണ്ട് ഒരു വാക്കുകൾ അതിനകത്ത് അവിടെ ഇവിടെ വന്നു പോകും. അപ്പോൾ അത് ഭയങ്കര ആപ്റ്റായിരിക്കും. അത് വെറുതെ വരുന്നതല്ല സാർ, അത് അതിനു വേണ്ടി വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാവും പലരും ഒരു ഡമ്മി പിടിച്ചിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. എൻ്റെ ഒരുപാട് പാട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് എന്താ വരും, അപ്പൊ അത് ലിറിക്സിസ്റ്റ് നോട്ട് ചെയ്യും. പിന്നെ അത് നോട്ട് ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് പിന്നീട് അത് വെച്ചിട്ടാവും ചിലപ്പോ ചില ഇതെല്ലാം അങ്ങനെ സംഭവിക്കുന്നത്. ഞാനൊന്നും മ്യൂസിക് റെക്കോർഡിംഗ് ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കമ്പോസ് ചെയ്യുന്ന നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ കണ്ടേക്കുന്ന അഴകി രാവണൻ സിനിമയ്ക്കകത്ത് മറ്റേ സാറ് പറയുമ്പോ അതാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അതായത് ഒരു മ്യൂസിക് ഒരു സംഗീതജ്ഞൻ അത് നിന്നിട്ട് അതിന് ഇത് ചെയ്യുവാണ്, കമ്പോസ് ചെയ്ത് വിടുവാണ്. അപ്പൊ മറ്റേയാൾ അത് പിന്നീടാണ് അതില് വാക്കുകൾ ആഡ് ചെയ്ത് അതിനെ ഒരു പൂർണ്ണമായിട്ടൊരു പാട്ടായിട്ട് എത്തിക്കുന്നത്. ഞാനിപ്പോ സാറ് പറഞ്ഞപ്പോ എന്നെ മനസ്സിലായത് അത് രണ്ടും ഇപ്പൊ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ടൈപ്പും ചെയ്യും കേട്ടോ. ലിറിക്സ് എഴുതിയിട്ടും ട്യൂൺ ചെയ്യും. ഇപ്പൊ നീ അതൊക്കെ ലിറിക്സ് എഴുതിയിട്ട് അങ്ങനെ നല്ല പാട്ടുകളൊക്കെ ചില ലിറിക്സ് ചെയ്തിട്ട് ക്ലാസിക് മൂഡുകളൊക്കെ ലിറിക്സ് അത്രയും പാടിയതല്ലോ, ഒന്ന് ബാക്കി പാടുവോ? ഏതാ? എനിക്ക് വാക്കുകളൊന്നും ഓർമ്മയില്ല, എന്നാലും ഞാൻ ചുമ്മാ മൂളാം. നീർമിഴിപ്പീലിയിൽ നീർമണിത്തുളുമ്പി നീ എന്നരികിൽ വന്നു, കണ്ണു തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരങ്ങനെ പോ വെറുമങ്ങനെ പോ. ഇപ്പം ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പം സാറ് പറയണ രാപ്പകൽ സിനിമയെ സാറ് ചെയ്തതിനകത്ത് ഇതുപോലെ തന്നെ ഒരു അമ്മ മകൻ ബന്ധമുള്ളൊരു പാട്ടുണ്ട്. അമ്മ മനസ്സ് തങ്ക മനസ്സ് പോലെ, അങ്ങനെ എന്താ, അത് ഞാനും കൈതപ്പുറം തന്നെ ചെയ്തത്. അതന്നെ നിങ്ങളുടെ തന്നെ കോംബോയാണ്. അതെ 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 അതെ. ഇപ്പോഴും നമ്മൾ അടുത്ത കഴിഞ്ഞ ആഴ്ച 2 ദിവസം മുന്നേ ഒരു പാട്ട്, 3 പാട്ട്, അടിപൊളി പാട്ട്. അത് ഭയങ്കരമായിട്ട് അത് ആക്ച്വലി കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ട്യൂൺ ഇടുമ്പോൾ അപ്പം തന്നെ അയാള് നമ്മുടെ കൈതപ്പുറം എഴുതി ഒരു അച്ഛനെ കുറിച്ചുള്ളൊരു പാട്ടാണ്. ഡയറക്ടർ പ്രൊഡ്യൂസർ അവിടെ നിന്ന് എല്ലാവരും കരഞ്ഞു പോയി. കൈതപ്പുറം കരഞ്ഞു പോയി, ഞാനും കരഞ്ഞു. ഇത് കണ്ടിട്ട് ട്രാക്ക് പാടി പയ്യന് പോയി റൂമിനകത്ത് പോയി നിന്ന് കരയാണ്. അപ്പോൾ അത് എന്താണ് അങ്ങനെ സംഭവിച്ചത് എനിക്ക് അറിയില്ല. അത് സത്യം പറഞ്ഞ് എനിക്ക് സംഗീതത്തിനെ പറ്റി ഒന്നും അറിയില്ല. അത് ആ സമയത്ത് എന്നെ കൊണ്ട് ദൈവം
ചെയ്യിക്കുന്നതാണ്. അത് ദൈവമായിട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഒരു സിറ്റുവേഷൻ ഒരു ഡയറക്ടർ പറഞ്ഞ് അദ്ദേഹം പോകുന്നു, ആ സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന്. അത് അപ്പം തന്നെ വരണതാണ് എനിക്ക്. ഒരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ പാട്ടാവും. അത് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മൾ അതേ സ്ഥലത്ത് നമുക്ക് ആ രാഗത്തിൽ ചെയ്യണം, ഈ രാഗത്തിൽ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് നടക്കില്ല. ഞാൻ ബ്ലാങ്ക് ആയിരിക്കും. ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യുന്നു, എന്തോ സാധനം വരുന്നു, അതന്നെ പാട്ട്. അതന്നെ അല്ല, മനസ്സിലിങ്ങനെ എവിടെയോ എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു പെട്ടെന്ന്. അതന്നെ ഒരു സാധനം വരും, അത് പിന്നെ ഞാൻ മറന്നു പോകും. അത് റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ മറന്നു പോകും. കഴിഞ്ഞ ദിവസം ശരത് സാർ ഒരു ഇന്റർവ്യൂവിനകത്ത് രാവിലെ എണീറ്റിട്ട് ഒരു മ്യൂസിക് മനസ്സിൽ വന്നിട്ട് ചെന്ന് 3/4 മണിക്കൂറോളം ഇരുന്നങ്ങ് പാടി എന്ന് പറഞ്ഞു. ഇങ്ങനെ വെറുതെ റെക്കോർഡ് ചെയ്തു, പാടി റെക്കോർഡ് ചെയ്ത് പിന്നെ അത് കട്ട് ചെയ്ത് ഇറക്കി 13 മിനിറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോ വരുന്ന പിന്നെ മറന്നു പോകും, പിന്നെ ആ വാക്കേ കിട്ടത്തില്ലെന്ന്, ഓർക്കത്തില്ല. ഈ ഉണ്ണിവാവ എഴുതുന്ന ഒരു സമയത്ത് സാറിന് പനിയായിരുന്നു. കൈതപ്പുറ സാറിനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്താ പറയണ്ട, വരി പോലും കിട്ടാണ്ട് അല്ലെങ്കിൽ ട്യൂണ് പോലും കിട്ടാണ്ട് സ്റ്റക്കായി നിന്നൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? അത് തമാശയാണ്. ഞാൻ കമ്പോസിങ്ങിന്റെ തലേ ദിവസം എറണാകുളത്തെത്തി, ആലുവയിലെത്തി, കിടന്നുറങ്ങി. അപ്പോൾ ഉറക്കത്തിൽ ഞാൻ 2 മണിയൊക്കെ ഉണ്ടാവും. കണ്ണൂർ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് മുന്നിൽ ഒരാൾ നിൽക്കണ പോലെ. ഞാൻ പെട്ടെന്ന് പേടിച്ച് അലറി വിളിച്ചു കാരണം പിന്നെ ആ സാധനത്തിനെ കണ്ടില്ല. അപ്പൊ എനിക്ക് പിന്നീട് പനി അടിച്ചു. കൈതപ്ര സാർ വന്ന് വഴക്ക് പറയുന്നതാണോ? കൈതപ്ര സാർ വന്ന് വഴക്ക് പറയുന്നതാണോ? അങ്ങനെ പേടിച്ച് 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പക്ഷെ ഇതുപോലെ ടൈമായി തുടങ്ങി. പിന്നെ ആ പനി വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തത്. ട്യൂണാണ് ആദ്യം കമ്പോസ് ചെയ്തത്. പിന്നെ തിരുമേനി വന്ന് ലിറിക്സ് എഴുതി. അപ്പൊ എനിക്ക് കമ്പോസ് ചെയ്യുന്നത് അലക്സ് പോൾ എന്ന് പറഞ്ഞ അദ്ദേഹം അപ്പം മ്യൂസിക് ഡയറക്ടർ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഗിറ്റാർ സംഘം എന്തായിരുന്നു, അങ്ങനെ അലക്സ് പോളിനാണ് ഗിറ്റാർ വായിക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ സാറ് ഈ സിനിമ ഇപ്പം ഉണ്ണിവാവോ സിനിമ ഇറങ്ങിയപ്പോ ഈ പാട്ട് സാറ് പിന്നീട് എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടോ? സാറ് പിന്നീട് സാറായിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നമ്മള് വണ്ടിയിട്ടൊക്കെ പോകുമ്പോ അല്ലെ ചായ പിടിക്കാൻ പോകുമ്പോ അവിടെ പോകുമ്പോ കേൾക്കും. അപ്പൊ എന്റെ പാട്ട് അങ്ങനെയൊന്നും തോന്നാറില്ല. ഞാനൊക്കെ ഒരു കുഞ്ഞു കാര്യം ചെയ്ത നാട് മുഴുവൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ നമ്മള് പാട്ട് എനിക്ക് ദൈവം തരുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, പാടുന്ന ആളെ നമ്മൾ പാട്ട് പഠിപ്പിച്ച് എല്ലാം റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞ് പിന്നീട് മിക്സ് ചെയ്യുന്നു. ഫയൽ മിക്സ് ചെയ്ത് പാട്ടിന് ഡിസ്റ്റർബൻസ് ചെയ്യാതെ ബാക്കി ഓർക്കസ്ട്രേഷൻ എല്ലാം കറക്റ്റ് ചെയ്ത് അത് പ്രൊഡ്യൂസറിനോ ഡയറക്ടർക്കോ കൊടുക്കും. അതിനുശേഷം പിന്നെ അടുത്ത വർക്കിന് കയറാണ്. അപ്പോൾ ഇത് ചിന്തിക്കാനുള്ള സമയമില്ല. അപ്പോൾ അടുത്തതായിരിക്കും, അപ്പോൾ അടുത്ത കമ്പോസിങ് കഴിഞ്ഞു അതും ഇതുപോലെ ചെയ്ത് കൊടുക്കും. പിന്നെ അടുത്തതായിരിക്കും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണം. കാരണം പാട്ടുകൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, ചിലതൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പലയിടത്തും കേൾക്കുമ്പോൾ ഒരു ഇതുണ്ട്. അല്ലാണ്ട് അതിലും വലിയ സംഭവമൊന്നുമില്ല. സാറ് ഈ പാട്ട് പാടാൻ നേരത്തെ ഒരാളെ മറ്റേ റെക്കോർഡിങ്ങിന്റെ സമയത്ത് ഒരാളെ പണി കളഞ്ഞല്ലേ? അതെ, അത് സംഭവിച്ചത് നമ്മൾ മദ്രാസിലായിരുന്നു അതിന്റെ റെക്കോർഡിങ്. അപ്പോൾ AVMCയിൽ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് അപ്പോൾ ലൈവ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അന്ന് 10-20 വയലിൻ ഉണ്ടാവും, സെല്ലോ, വിയോള എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും, ഫ്ലൂട്ട് ഉണ്ടാവും, കീബോർഡ് ഉണ്ടാവും, തബല ഉണ്ടാവും, ഡോലൊക്കെ ഉണ്ടാവും, ടൈമിങ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം ഞാൻ ഇരുന്നിട്ട് എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടാവും. എന്നിട്ട് അവർക്ക് നോട്ട്സ് കൊടുത്തതിന് ശേഷം പിന്നെ ഇവരെ കൊണ്ട് റിഹേഴ്സൽ ചെയ്യിക്കും. 4-5 പ്രാവശ്യം റിഹേഴ്സൽ എല്ലാവരും ചേർന്നാണ്. 10-40 പേരുണ്ടാവും. അവർക്കൊക്കെ നോട്ട്സ് കൊടുത്ത് നമ്മൾ റിഹേഴ്സൽ എഴുതി പക്കയാക്കിയതിന് ശേഷം നമ്മൾ ഓരോ ബൂത്തുകളിൽ കയറും. ഇപ്പോൾ ഫ്ലൂട്ടിനൊരു ബൂത്ത് ഉണ്ടാവും, ഗിറ്റാറിനൊരു ബൂത്ത് ഉണ്ടാവും, അങ്ങനെ വയലിനൊരു ഹാളിൽ വയലൻസ് ഉണ്ടാവും, സെല്ലോ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതെല്ലാം റെക്കോർഡിങ് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്നു വന്ന് ട്രാക്ക് ആരോ പാടുന്നു എനിക്ക് ഓർമ്മയില്ല. ട്രാക്ക് പാടുന്നു. അപ്പോൾ അസലായി ഓർക്കസ്ട്രയൊക്കെ നല്ല രസത്തിൽ വരികയാണ്. അപ്പോൾ എഞ്ചിനീയറിനോട് നമ്മൾ എവിടെയൊക്കെ കൂട്ടുണ്ട് എവിടെ കുറയ്ക്കുന്നൊക്കെ പറഞ്ഞ് അത് ലൈവാണ് അല്ലാതെ. അപ്പോൾ ഞാനും കൂടി എന്നിട്ടൊക്കെ ഇങ്ങനെ ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല സ്റ്റൈലിൽ ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ വായിക്കുന്ന സമയത്താണ് ഈ സംഭവം. 1-2 പ്രാവശ്യം ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ചു വിട്ടു. വീണ്ടും ഇത് ഭയങ്കര ടേക്ക് സമയത്ത് എന്ന് പറഞ്ഞ എന്തോ താഴെ വീണ സാധനം. എനിക്കത് ദേഷ്യം വന്നു. എത്രയെന്ന് വെച്ചാൽ കുറേ നേരം ഇത് സംഭവം ചെയ്യുന്നതേ. പിന്നെ ഞാൻ കട്ട് പറഞ്ഞ് നേരെ എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ ഓരോ പല ട്രാക്കിലായിരിക്കും നമുക്ക് കമ്പോസ് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലായി തബല ബൂത്ത് നിന്നാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ അവൾ അടിച്ച് ഫിറ്റായിട്ട് ഇങ്ങനെ 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 തട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം ഇത് ഇയാളുടെ കയ്യിൽ നിന്ന് വീഴുക. ഒരു എന്തോ ടൈമിങ് താമ്പറിൻ.
അങ്ങനെ അയാളെ പിടിച്ച് പുറത്താക്കേണ്ടി വന്നു എനിക്ക്. എന്നിട്ടാണ് പിന്നെ റെക്കോർഡ് ചെയ്തത്. അല്ല ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എവിടെയും നമ്മളുടേതൊരു കുഞ്ഞു കാര്യങ്ങൾ കേട്ടാൽ മലയാളികൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നവരാ. അതെ. അപ്പോഴാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കമന്റ് ബോക്സ് മൊത്തം ഉണ്ണിവാവോ നമ്മുടെയാണ് അയ്യോ എന്ന് പറഞ്ഞുള്ള രീതിയിൽ അയ്യോ എന്റെ നല്ല മലയാളികൾക്ക് ഒരു പഴം നന്ദിട്ടോ. അതെ, അത് നമ്മള് പറഞ്ഞല്ലോ, നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ സാറൊക്കെ പോലുള്ള ഒരുപാട് സാറിനെ പോലുള്ള വലിയ വലിയ ആളുകൾ ഇങ്ങനെ വലിയ വലിയ നാള് പറയരുത്, ഞാൻ സാധാരണ ഒരാളാ. പറഞ്ഞോട്ടെ സാർ. വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഒരു സംഗീതജ്ഞന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല നിങ്ങളെ പോലുള്ള ആളുകളെ ഇന്റർവ്യൂ എടുക്കേണ്ട, നിങ്ങളുടെ സംഗീതത്തിന്റെ ഇതാണ്. പക്ഷെ നമ്മള് നേരിട്ട് കണ്ടത് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സംസാരിക്കുക എന്നുള്ള. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തു വന്നു, പക്ഷെ മുഴുവൻ ബ്ലാങ്ക് ആയി പോയി. സാർ പറഞ്ഞ പോലെ എനിക്കും മറ്റേ ഉറക്കത്തിൽ ഞാനും വല്ല സ്വപ്നം കണ്ടോണ്ട് അത് ഒരുപാട് പേര് ഇങ്ങനെ കണ്ടിട്ട്. അപ്പം നമ്മളെല്ലാരും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരാണെങ്കിലും പാട്ട് മൂളാതെ ഒരു മനുഷ്യന് ഇവിടെ അവ എത്ര അരകന്റ് ആണെങ്കിലും, എത്ര ദേശീയക്കാരനും, എത്ര കാർക്കിച്ച, അവന്റെ ഉള്ളിൽ അവൻ എപ്പോഴും ഒരു പാട്ടുണ്ടാവും, ചെറിയ രീതിയിൽ. അത് വേൾഡ് കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കണ്ടാണല്ലോ മ്യൂസിക്. എല്ലാ വിധത്തിലും ഇപ്പം ഫോണിലായാലും ശരി, നമ്മൾ പക്ഷികളിലായാലും ശരി, നമ്മൾ സംസാരത്തിലായാലും ശരി, അതിൻ്റെയൊക്കെ ഓരോ ട്യൂണുകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിനകത്തും ഈ ലോകത്ത് കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുകയാണ് ട്യൂണ്, പാട്ട്, സംഗീതം. സാറിപ്പോ പുതിയൊരു പടത്തില് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇപ്പം അത് അച്ഛനെ കുറിച്ചുള്ള പാട്ട്. അച്ഛനെ കുറിച്ചുള്ള. അപ്പൊ ഇതിനു മുന്നേ അച്ഛനെ കുറിച്ച് ചെയ്തിട്ടില്ല? അച്ഛനെ കുറിച്ച് ചെയ്തോണ്ട് എനിക്ക് ഓർമ്മയില്ല. അമ്മയെ കുറിച്ച് അമ്മയെ കുറിച്ചാണ് ഞാനും കേട്ടേക്കുന്നത്. അച്ഛനെ കുറിച്ച് അങ്ങനെ ഇല്ല തോന്നുന്നുണ്ട്. പക്ഷെ ഇത് അച്ഛൻ്റെ അവസ്ഥ, അത് കരഞ്ഞു പോകും ആളുകൾ. ഇനിയിപ്പോ പാടി റെക്കോർഡ് ചെയ്ത് വരുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, മറ്റെല്ലാം ട്രാക്ക് പാടിയപ്പോൾ ഈ കൈതപ്പുറം ഞാൻ പോലും ചെറുതായിട്ട് കണ്ണു നിന്ന് വളർന്നു. അതെൻ്റെ വരികളും ട്യൂണും അത്രയും കൊണ്ട് ഭയങ്കര ടച്ച്, ഭയങ്കര ഒരു സുഖമാണ് അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് ഉടനെ തന്നെ ഇറങ്ങേണ്ടത്. സാർ അതുപോലെ തന്നെ ഈ പടത്തില് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഉണ്ണിവാവോ ചിത്ര ചേച്ചിയാണ് പാടിയതെന്ന് ഒരിക്കലും തോന്നുന്നില്ല. എന്താ എനിക്കറിയില്ല, കാരണം നമ്മൾ കേൾക്കുന്ന ചിത്ര ചേച്ചിയുടെ സൗണ്ട് അല്ല അതിനകത്ത്. അല്ല, അത് മുന്നേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ചിത്ര പാടിയത്. അപ്പോൾ നമ്മൾ ഏജ് ആവും തോറും അതിന്റെ ടോണുകളും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസം വരുമല്ലോ. എന്നുവെച്ചാൽ അത് അതേപോലെ തന്നെ യേശുദാസ് സാർ പാടിയിട്ട് അത് അതിനെ കഴിഞ്ഞ ഹിറ്റ് ചിത്ര ചേച്ചിയുടെ സൗണ്ടിലുള്ളതാണെന്നുള്ള രീതിയിൽ. അത് ദാസാറ് പഠിയത് കുറച്ചൊരു സ്ലോ, ഒരു പാത്തറ്റിക് ഫീലാണ്. സെയിം തന്നെ ചിത്ര പാടുന്നത് അത് താളം പിടിക്കാൻ പറ്റുന്ന പാട്ടാണ്. മറ്റത് ഉണ്ണി വാവാ ഉണ്ണി വാവാ അത് കുറച്ച് സ്ലോ ടെമ്പോ ആണ് ദാസാറ് പഠിയത്. അത് സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ ഇത് കുറച്ച് എല്ലാവർക്കും താളം പിടിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. പിന്നെ അതിന്റെ ഋതൊക്കെ അതിന്റെ ഒരു മൂഡിലാണ് ഞാൻ വായിപ്പിച്ചിട്ടുള്ളത്. ഈ തബലൊക്കെ എല്ലാവർക്കും ഇങ്ങനെ താളടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഞാൻ ചെയ്തത്. വളരെ സിമ്പിൾ. അതിനകത്ത് ഇൻസ്ട്രുമെന്റേഷൻ ആയാലും ഋതായാലും പാട്ടായാലും ട്യൂണായാലും അതിന്റെ തിങ്സുകളായാലും വളരെ സിമ്പിളായിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. ചെയ്തല്ല, ആയിപ്പോയത്. പറഞ്ഞ പോലെ ഈ പ്രപഞ്ചം നിറയെ മ്യൂസിക് ഉണ്ട്. അതെ, അത് ചിലവരിലേക്ക് ലൈറ്റ് അടിക്കുന്നു. അതെ അതെ അതെ, അത് ശരിയാണ്. അത് അതിനിപ്പോ താങ്കളുണ്ട്, ഇവിടെ ക്യാമറമാൻമാര്, അവരൊക്കെ ഉണ്ട്. അവർക്കും ഇല്ലാത്ത എന്തോ ദൈവം മറ്റു പ്രത്യേകിച്ച് അങ്ങനെ പലർക്കും നമ്മൾ ജീവിക്കാൻ വേണ്ടി ദൈവം പലർക്കും പലതും ചെയ്ത് കൊടുക്കുമല്ലോ. ഇതെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ അവർക്ക് ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെ ദൈവം കൊടുക്കും. എൻ്റെ മക്കൾക്ക് ഞാനല്ല ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഏറ്റവും മുത്തപ്പനായ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വലിയ നമ്മളെ ഭരിക്കുന്ന ഒരാളാണ്, ഭരിക്കല്ല നമ്മളൊക്കെ നോക്കുന്ന ഒരാളുണ്ട്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നൊരു ഒരാളുണ്ട്. അതാണ്, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിന് എന്തോ വയ്യായിക വന്നു പറഞ്ഞത്? ഞാനേ ഭയങ്കര സീരിയസ് ആയിരുന്നു. എന്ന് വെച്ചാല് തട്ടിപ്പോന്നുള്ള അവസ്ഥ എത്തി. കാരണം ഓർമ്മയൊന്നുണ്ടായില്ല, വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ പാവം എൻ്റെ ഭാര്യയും മക്കളൊക്കെ ടെൻഷൻ അടിച്ച് ഒരു ഡോക്ടർ പറഞ്ഞു, ഇനി
പോകുന്ന ഇനി ജീവിച്ചിരിക്കില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അപ്പോൾ വീടൊക്കെ, കാരണം ഇവർ 1-2 മാസം വീടൊക്കെ ഇല്ലാണ്ട് എൻ്റെ കൂടെയായിരുന്നേ. അപ്പോൾ വീടാകെ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ പോയിട്ടൊക്കെ ആളുകൾ വരും, അപ്പോൾ ഒക്കെ വൃത്തിയാക്കുന്നൊക്കെ പറഞ്ഞ് അതുവരെ എത്തിയതാ. എന്നിട്ട് ഒരു സുപ്രഭാതത്തിലാണ് എൻ്റെ ദൈവം എന്നെ കൈപ്പിടിച്ച് കയറ്റിയത്. വീണ്ടും എനിക്ക് ഓരോ വർക്കുകൾ തന്നുകൊണ്ടിരിക്കണം. ഇനിയും കാണാനുണ്ട്, ഇനിയും ഞങ്ങൾക്ക് സമ്മാനിക്കാനുണ്ട്. അതെ 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 അതല്ലേ ഇപ്പൊ അച്ഛന്റെ പാട്ട്. അതെ ഒരു പക്ഷെ അച്ഛന്റെ പാട്ട് കേട്ട ആദ്യം കരയുന്ന ആള് ഞാനായിരിക്കും. കേട്ടാലേ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സാറ് പറഞ്ഞ പോലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ സാർ ലാസ്റ്റ് സിനിമ ചെയ്തു തന്നായിരുന്നു ഫിലിമില്? അവസാനം ചെയ്തത് ഹിറ്റായ ഒരു പാട്ട്, 17 പൂങ്കരളിൽ പാടത്തുന്താണ് പറയാതെ. വരികളൊന്നും ഓർമ്മയില്ല. ഇവിടെ ശരത്ചന്ദ്രനാണ് അത് എഴുതിയത്, വയലാറിൽ. മറ്റൊരു പഴയ രീതി. അതെ 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 ദിലീപിന്റെ ഒക്കെ കാവ്യമാണ്. പൂങ്കരളിൽ മാനത്തെ അങ്ങനെ പാടാൻ അറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞു തരാം ഞാൻ വേണമെങ്കിൽ. മതിയല്ല. അതേത് വർഷമായിരുന്നു സാർ? 2000? എനിക്ക് ഓർമ്മയില്ല കേട്ടോ, വർഷം ഓർമ്മയില്ല. വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന് പറഞ്ഞ ഒരു, അതിന്റെ അക്കു അക്ബറാണ് അതിനൊരു ഡയറക്ടർ. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് വീണ്ടും സിനിമയിലേക്ക്. പിന്നെ എനിക്കൊരു കാര്യം കൊണ്ട് പറയാനുള്ളത് പറഞ്ഞാല്, ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും വിചാരിച്ചല്ല മ്യൂസിക് ഡയറക്ടർ ആരാണെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്നെ സാന്ത്വനം എന്ന പടത്തിന് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ച ഇതിൻ്റെ ഔസേപ്പച്ചൻ, പ്രൊഡ്യൂസർ ഔസേപ്പച്ചൻ, പിന്നെ സിബി മലയിൽ, അവരോടൊക്കെ ഈ സമയത്ത് നന്ദി പറയണം. അങ്ങനെ ഒരു പാട്ട് എനിക്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജയപിള്ളശ്ശേരി, അദ്ദേഹം തോന്നുന്നുണ്ട് അതിന്റെ സ്ക്രിപ്റ്റ്. സിനിമയിൽ ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടെമ്പോ സാറിന് പറയുന്ന, ഇപ്പൊ കുറച്ച് നാള് സാറിന്റെ എന്താ പറയാ പ്രപഞ്ചത്തിലെ സംഗീതം സാറിന്റെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ ലൈറ്റ് വരാൻ ഇച്ചിരി ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി സാറിന്റെ അടുത്ത് വരും. അത് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. ഇച്ചിരി നേരമെങ്കിലും എന്നോട് സംസാരിച്ചതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഓക്കെ ഓക്കെ ബൈ.